വയനാട് ചുണ്ടേലിലെ ഓട്ടോ ഡ്രൈവറുടെ മരണം കൊലപാതകമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. പുത്തൂർ വയൽ സ്വദേശികളായ സഹോദരങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അപകടം നടന്നത് ഈ ചുണ്ട എസ്റ്റേറ്റ് റോഡിലാണെങ്കിലും ഇവരെ പശ്ചാത്തലം കംപ്ലീറ്റ് മയക്കുമരുന്നിൻ്റെ ഈ പിൻബലം ഇവരെ കൂടെ ഉണ്ട്. കാരണം ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ പരിസരം ഈ വെള്ളംകൊല്ലി എന്ന പ്രദേശത്തിൽ കുറച്ച് ഭാഗങ്ങൾ ഇതൊരു മയക്കുമരുന്നിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോൾ. വയനാട് നിന്ന് നവാസ് എന്ന പേരുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനെ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഓട്ടോ തൊഴിലാളിയെ ഒരു താറ് ജീപ്പ് ഇടിച്ചിട്ട് അപകടത്തിൽ മരണപ്പെട്ടെന്നൊരു വാർത്ത കണ്ടിരുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങനെ മാധ്യമങ്ങളുണ്ടായിരുന്നു, ഇതൊരു സാധാ അപകട മരണമല്ല, ഇത് മനഃപൂർവ്വം ഇടിപ്പിച്ചതാണ്, വ്യക്തിവിരോധം തീർത്തതാണ്, വൈരാഗ്യം തീർത്തതാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടിരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിച്ചിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യും മനുഷ്യന്മാർ, എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ ഒരാളെ വണ്ടിടിച്ചിട്ടൊക്കെ കൊല്ലുമോ എന്നുള്ളത്. ഇപ്പോൾ ഇതാ കേൾക്കുന്നത്, ആ വാഹനാപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. ആ പാവം നവാസ് എന്ന പേരുള്ള ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ വിളിച്ചു വരുത്തിയിട്ട് കൊലപ്പെടുത്തിയതാണെന്നുള്ളത്. ആ കൊലപ്പെടുത്തിയതിൻ്റെ കാരണക്കാരായ 2 സഹോദരങ്ങളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. മനുഷ്യൻ പകമൂത്താൽ എന്തൊക്കെയാണ് ചെയ്യുക? ഈ ഒരു അറസ്റ്റിലായ 2 ആളുകളും മയക്കുമരുന്നിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ അവർ മയക്കുമരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നൊക്കെ നാട്ടുകാരെ ആരോപിക്കുന്നുണ്ട്. ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ അപകടം നടന്നത് ഈ ചുണ്ട എസ്റ്റേറ്റ് റോഡിലാണെങ്കിലും ഇവരെ പശ്ചാത്തലം കംപ്ലീറ്റ് മയക്കുമരുന്നിൻ്റെ ഈ പിൻബലം ഇവരെ കൂടെ ഉണ്ട്. കാരണം ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ പരിസരം ഈ വെള്ളംകൊല്ലി എന്ന പ്രദേശത്തിൽ കുറച്ച് ഭാഗങ്ങൾ ഇതൊരു മയക്കുമരുന്നിൻ്റെ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പല പ്രാവശ്യവും നമ്മൾ അവിടെ പല ബൈക്കുകൾ വരലും കുറേ കാര്യങ്ങൾ അവിടെ കുറേ നിർത്തിയിടലും ഇവർ തമ്മിൽ പല കൈമാറ്റം. ഈ കൈമാറ്റം ഒരു പ്രാവശ്യം നവാസ് കണ്ടിട്ടുണ്ട്. നവാസ് അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ നവാസ് ഇവരെ കണ്ണിൽ കരടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ഷൻ്റെ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ എന്താ നവാസ പറയല്ല, പെണ്ണുങ്ങൾ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് പറയില്ല, എനിക്കൊന്നും നിങ്ങളെ ഫ്രീ ആയിട്ട് കാണണം എന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ ഈ സ്റ്റാൻഡിലെ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എന്നോട് സ്വകാര്യമായിട്ട് പറയണത്. പക്ഷേ അതിൻ്റെ പിന്നെ എനിക്ക് അവനെ കാണാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും ഞങ്ങൾക്ക് പരാതി എന്ന് പറയുന്നത് ഈ നാട്ടിലെ മയക്കുമരുന്ന്, ഇതിന് എക്സൈസ് വിഭാഗം ഒന്ന് ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് സമയം. കാരണം ഒരു അപകടം ഇന്ന് പറ്റി, നാളെ ഇതേമാതിരി ഒരു ചെറിയ ഒരു പ്രശ്നം വരുമ്പോൾ ഇതേമാതിരി അടുത്താളും കൊല്ലാനുള്ള മനസ്സുവർക്കുണ്ടായി മാറൂലേ? അത് ഈ നാട്ടിൽ നിന്ന് മാറ്റണമെങ്കിൽ ഇതേമാതിരിയുള്ള കണ്ണികളെ നമ്മൾ നിയമത്തിന് മുന്നിൽ ആദ്യം കൊണ്ടുവരണം. പിന്നെ ഈ അപകടത്തിൽ ഇപ്പോൾ 2 ആളെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഓക്കെ, ഞങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇനിയും ആളുകളുണ്ട്, അവരും കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയുന്നത്. ഒരു അപകടം നോക്കുക, ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇവർ പറയുന്നത് ഈ മറ്റേ കൊലപ്പെടുത്തി ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾക്ക് ഒരു ഹോട്ടലുണ്ട്, ഇവർക്ക് വാപ്പാക്കും ഇവർക്ക് ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് നവാസിനൊരു പലചരക്ക് കട എന്തോട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അയാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പണിയുണ്ട്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു കൂടോത്രം സിഹിർ ചെയ്തിട്ട് ഒരു കോഴിത്തലയും ഒരു പട്ടും മഞ്ഞളൊക്കെ കലക്കിയിട്ടൊരു വെള്ളം എന്തോ ആ ഹോട്ടലിൻ്റെ മുന്നിൽ കുഴിച്ചിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഈ നവാസാണെന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് കാണിച്ചിട്ട് അവർ പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു. അപ്പോൾ ഇത് നവാസാണെന്ന് മനസ്സിലായിട്ട് നവാസിനെതിരെ ഭയങ്കര വ്യക്തിവിരോധമാണ്. ഈ വിരോധം തീർത്തതാണത്രേ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട്. കാരണം കൂടോത്രം ചെയ്തതിന് നിയമപരമായിട്ട് ശിക്ഷിക്കാൻ പറ്റൂലല്ലോ എന്ന് കരുതിയിട്ടാവും. മനുഷ്യർ അതിനൊക്കെ എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്. ഇനിയിപ്പോൾ അത് നവാസ് ആണെങ്കിൽ തന്നെ നമുക്കറിയില്ല. ആ ഒരു വീഡിയോ അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ കൂടോത്രം ചെയ്തിട്ട് കുഴിച്ചിടുന്ന, ഹോട്ടലിൻ്റെ മുന്നിൽ കുഴിച്ചിടുന്നത് അത് നവാസ് ആണെന്നാണ് ഇവർ പറയുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. അതോടൊപ്പം അതിന് മുൻപും വേറെ എന്തൊക്കെയോ ചില വ്യക്തിവിരോധങ്ങൾ നവാസുമായിട്ട് ഈ ഒരു സഹോദരങ്ങൾക്കുണ്ട്. അതിനിവർ കാണിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവനിങ്ങനെ എപ്പോഴാണോ ഓട്ടോറിക്ഷയായിട്ട് പുറത്തിറങ്ങണത് നോക്കി അങ്ങനെ ഈ വയനാട് ചുണ്ടേൽ ഭാഗത്ത് ഈ ഒരു എസ്റ്റേറ്റ് റോഡിലൂടെ ഇവർ ഇറങ്ങിയ സമയത്ത് ഈ താറ് ജീപ്പ് അതിൻ്റെ സൈഡ് തന്നെ തെറ്റിയിട്ടാണ് വരുന്നത്. വന്നിട്ട് ഈ ഓട്ടോനെ ഇടിച്ചു. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് വന്ന് ഇടിച്ചിട്ട് അവിടെ നിന്നു. കാണുമ്പോൾ കരുതും ഇതൊരു സാധാരണ ഒരു മരണമാണെന്നുള്ളത്. പക്ഷെ ആ കുടുംബം അന്നേ പറഞ്ഞിരുന്നു ഇതൊരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആണ് എന്നുള്ളത്. പരാതി എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുരുതരമായ ഗൂഢാലോചന ഭാഗമായിട്ടുള്ള ഒരു മർഡർ ആക്സിഡൻ്റ് ആണ് എന്നാണ് നമ്മളിത് കണ്ട് മനസ്സിലാക്കാനുള്ളത്. എന്നുവെച്ചാൽ പ്ലാൻ ചെയ്ത് കറക്റ്റ് ഇതിൻ്റെ പുറകിൽ ഒരു ചെയ്ത വ്യക്തി മാത്രമല്ല, ഇതിൽ ഗൂഢാലോചനയിൽ പല വ്യക്തികളും ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് നമ്മളെ സുഹൃത്തുക്കളായ പോലീസുകാർ പറഞ്ഞത്. അതുകൊണ്ട് അതിന് വ്യക്തമായ നമുക്ക് രീതി തന്നെ അത് പോകണം എന്നാണ് നമ്മളെ ആഗ്രഹം.
അല്ലാത്ത പക്ഷം ഇതിൽ നാട്ടുകാരും എല്ലാവരും കുടുംബങ്ങളും ചേർന്ന് നല്ലൊരു പ്രതിഷേധത്തിനുള്ള ഭാഗം ആയിട്ടാണ് ഇന്നിവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിലും വലിയ പ്രതിഷേധം ഇനിയും ഉണ്ടാവുമെന്നാണ് എൻ്റെ മകൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എന്താണ് ശരിക്കും നിങ്ങൾ പറയാനുള്ള കാരണം എന്താ? ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് ഇതിന് മുന്നേ ഇപ്പം ഇവൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇവരുമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ടാണ്. ആ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. പ്ലാൻ ചെയ്ത് അവനെ വിളിച്ചു വരുത്തി ശരിക്ക് കറക്റ്റായിട്ട് ചെയ്ത ഇതാണ്, ആക്സിഡൻറ്റ് മർഡറാണ്. അതെ, ഇവനെ ഇവൻ ടാക്സി ഓടുന്നതാണ്. അവൻ രാവിലെ 4:30 മണിക്ക് ചുണ്ട സ്റ്റാൻഡിൽ എത്തുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ദിവസം നമ്മൾ വിളിച്ചെന്നും ബന്ധപ്പെടുന്ന ആളാണ്. മിനിഞ്ഞാന്ന് വീട്ടിൽ രാത്രി ഒരു പരിപാടിക്ക് ബന്ധപ്പെട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ രാത്രി 10:30 മണിക്ക് വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് പോയതാണ്. അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസം. അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി അന്ന് തന്നെ ഇതിൻ്റെ ചെറിയൊരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം ആവുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പല സുഹൃത്തുക്കളും ഇത് പറയുന്നത്, ഇങ്ങനെ പിന്നെ ഇതിൽ ഒരു എന്തോ ഗൂഢാലോചനയുണ്ട്, ഗുരുതരമായ എന്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇത് പുറത്തുള്ള ഒരു വ്യക്തിയാണ്. നിലമ്പൂരിൽ നിന്ന് ഇവിടെ ഹോട്ടലിൽ നിന്ന് വാടകയ്ക്ക് നിൽക്കുന്ന വ്യക്തി വന്നിട്ട് നാട്ടിൽ ഇങ്ങനൊരു വൈരാഗ്യബുദ്ധി കാണിച്ചതിൽ നമുക്ക് തീരെ ഭയങ്കര പ്രതിഷേധമുള്ളത്. അതുകൊണ്ട് നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണതാണ്. എന്തെങ്കിലുമൊക്കെ വിരോധം തീർക്കാനാണെങ്കിൽ അതിനിവിടെ നാട്ടിൽ നാട്ടുകൂട്ടങ്ങളുണ്ട്, പഞ്ചായത്തുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ഒരാളുകളെ ഈ വാഹനാപകടം നടത്തിയിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്കൊക്കെ മാറി. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കുന്ന ഒന്നാണ് ഈ സിഹിർ. ഈ സിഹിറിൻ്റെ പേരിൽ ചിലപ്പോൾ സംശയം ഉണ്ടാവുള്ളൂ, ഇന്നോടൊന്ന് വിരോധം തീർക്കുന്ന സിഹിർ ചെയ്തിട്ടാണെന്നല്ലേ. ആ ഒരു വിശ്വാസത്തെ നമ്മൾ ഒഴിവാക്കി മാറ്റണം. അത്തരത്തിലുള്ള അന്ധവിശ്വാസം നമ്മൾ തുടരാനേ പാടില്ല. സിഹിർ ചെയ്താൽ ഫലിക്കൂല എന്നല്ല പറയണത്. അതൊക്കെ ഫലിച്ചാൽ തന്നെ 1 വർഷം വരെ ഉണ്ടാവുള്ളൂ. എത്രത്തോളം അത് ബിസിനസ് തകർക്കാനാണ്. അപ്പോൾ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ വേറെ ഉണ്ട്. ഏതായാലും ആ കുടുംബം അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു സാധാരണ ഒരു മരണമല്ല, ഇതൊരു ഒരു പ്ലാൻ മർഡറാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. ആ കുടുംബം പറയുന്ന ഒരു കാര്യം, ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിലുള്ള കൂടുതൽ ആളുകളെ ഇനി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും വരും ദിവസങ്ങൾ അറിയാം ആരൊക്കെയാണ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഏതായാലും അതിൻ്റെ കുറ്റവാളികളെ ഉടൻ തന്നെ കണ്ടെത്തട്ടെ. അപ്പോൾ എന്തുമാത്രം ക്രൂരതയാണ് ആളുകൾ ഈ പകയുടെ പേരിൽ ചെയ്യുന്നത്. പറഞ്ഞു തീർക്കാവുന്ന, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അതങ്ങോട്ട് ഊതിപ്പിറപ്പിച്ച് വലുതാക്കുക. നീതി കിട്ടിയില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ജീവൻ എടുക്കുക എന്നുള്ളത്. ആ ഒരു വയനാടിലുള്ള നാട്ടുകാർ മുഴുവനും ഈ നവാസിൻ്റെ കുടുംബത്തിനൊപ്പമാണ്. എന്തായാലും വളരെ വലിയ വേദനയോടെയാണ്, 100 കണക്കിന് ആളുകളുടെ അകമ്പടിയോടെയാണ് നവാസിനെ കഴിഞ്ഞ ദിവസം കബറടക്കി. നമ്മുടെ വീഡിയോ കാണുന്ന വയനാടുകാരുണ്ടെങ്കിൽ, ഈ സംഭവം നേരിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മൾ പല അപകടങ്ങളൊക്കെ പല സിനിമകളിലൊക്കെ ഇങ്ങനത്തെ കഥ കേൾക്കാം, ഇങ്ങനെ മനഃപൂർവ്വം ഇടിപ്പിച്ചതാണ് എന്ന രീതിയിലൊക്കെ, ആ രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണ സംഭവങ്ങളായിട്ട് മാറുന്നത്. ശക്തമായ നടപടി മാത്രമാണ് ഇതിന് പരിഹാരം എന്നുള്ളത്. ഏതായാലും കുറ്റവാളികളെ പിടിക്കാൻ നമ്മുടെ പോലീസിനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം നമ്മൾ ആ നവാസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ആ മരണപ്പെട്ടു പോയ നവാസിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഒരാൾക്കും ഇത്തരം ഒരു കുബുദ്ധി തോന്നരുത്. നമുക്ക് ആരോടെങ്കിലും വിരോധമോ വിദ്വേഷമോ അല്ലെങ്കിൽ പരാതികളോ ഉണ്ടെങ്കിൽ നിയമപരമായിട്ടും മറ്റെന്ത് മാർഗങ്ങളും സ്വീകരിക്കാം. അതിനപ്പുറം ഒരു ജീവൻ എടുക്കാനുള്ള അധികാരം നമുക്കില്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ കാരണം ശക്തമായ ശിക്ഷാ നടപടികൾ ഇവിടെ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. അതുണ്ടെങ്കിൽ ഒരു പേടിയുണ്ടാവും. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അത്തരമൊരു അനുഭവം കൂടി നമുക്കുണ്ടാവണം. ഒരു താടിയുള്ളൊരു അപ്പന് ശിക്ഷ വേഗത്തിൽ കിട്ടുന്നൊരു സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു പരിഹാര മാർഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.